UK ആദ്യമായിട്ടാണ് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഷാഡോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുക. അതായത് ഒരു ഡയറ്റീഷ്യന്റെ കീഴിൽ ഒരു 2 ദിവസം ഷാഡോ ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും എന്താണ് ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് അവിടെ പോയി ഷാഡോ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഇപ്പം ഞാനൊരു ഡയറ്റീഷ്യനാന്ന് ഓർക്കുക അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനാന്ന് ഓർക്കുക, എനിക്ക് എങ്ങനെയാണ് ഷാഡോ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുക? നമ്മളൊരാളെ ഷാഡോ ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ആ ആള് ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് റോളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ട്രെയിനിങ് കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ പുതിയ റോളിൽ കയറി കഴിഞ്ഞപ്പം എനിക്കൊരു ട്രസ്റ്റിൽ നിന്ന് തന്നെ ഒരു സ്റ്റുഡന്റ് അസസ്മെന്റ് ട്രെയിനിങ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. അത് ഞാൻ പാസ്സായി. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്റ്റുഡൻറ്റിനെ അനലൈസ് ചെയ്യാനും ഫീഡ്ബാക്ക് കൊടുക്കാനും ഒരു സ്റ്റുഡൻറ്റിന് ട്രെയിനിങ് കൊടുക്കാനും ഞാൻ എലിജിബിൾ ആയി. ഒരു ടീച്ചിങ്ങിന്റെ ലെവലിലേക്ക് എനിക്ക് സർട്ടിഫിക്കേഷൻ കിട്ടി. അപ്പോൾ ആ ഒരു ലെവലിലുള്ള SAS ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ് അസസ്മെന്റ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അണ്ടറിൽ ഒരാൾ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻറ് ട്രെയിനിങ്. എല്ലാ യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള ആൾക്കാർ അതാത് ഹോസ്പിറ്റൽസിൻ്റെ കീഴിലുള്ള ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺ ദ ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പോൾ പ്ലേസ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യും. അവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് നമ്മളിങ്ങനെ ട്രെയിനിങ് കൊടുക്കും. അല്ല ഇപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുന്ന ഒരാളല്ല, ഇപ്പം എൻ്റെ പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഡിപ്പെൻഡന്റ് വിസയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാവുമ്പോൾ നമുക്ക് UK എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ അടുത്തുള്ള ഹോസ്പിറ്റൽസിനെ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ ഡയറ്ററ്റിക് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇന്നതുപോലെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ നമുക്കൊരു ജോബിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് നമ്മുടെ കയ്യിൽ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നമുക്കൊരു ഓഫർ തരും. ചിലപ്പോൾ ഒരു ഓണററി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും. ആ ഫീസ് അടച്ചാൽ മാത്രമാണ് നമ്മൾ അതിന് എലിജിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് 2 ഡേയ്സിലേക്ക് ഷാഡോയിങ്ങിന് അവർ ചിലപ്പോൾ നമുക്കൊരു ഇൻവൈറ്റ് തരും, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ ഈ ഷാഡോയിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് കിട്ടുമോ, അതോ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കണോ? ഇപ്പം ഓണററി ട്രെയിനിങ് ആണെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് റെമ്യൂണറേഷൻ ഒന്നും കിട്ടില്ല, അങ്ങോട്ടും ഫീസ് ഒന്നും അടയ്ക്കണ്ട. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ആ എക്സ്പോഷറും പിന്നെ വീണ്ടും വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇന്നതുപോലെ ഇന്ന ഹോസ്പിറ്റലിൽ ഇതുപോലെ 2 ഡേയ്സ് ഷാഡോ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് മുൻഗണന കിട്ടും. മറ്റുള്ള ഇന്റർവ്യൂവിൽ നിന്നും അതല്ലെങ്കിൽ ബാൻഡ് 3 ബാൻഡ് 4 നിന്നും ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തൊക്കെ മെത്തേഡ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ? വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാനൊരു ഡിപ്പെൻഡന്റ് വിസയിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കപ്പോൾ ഇവിടുത്തെ UK എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്ക് ഇനീഷ്യൽ ടൈമിൽ HCPC രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇവിടെ സ്റ്റുഡൻറ് വിസയിലൊന്നും വന്നിട്ടുള്ള ആളല്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ BDAയുടെ മൊഡ്യൂൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് ബ്രിട്ടീഷ് ഡയറ്ററ്റിക് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് പീഡിയാട്രിക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നെ. അപ്പൊ അതുപോലെ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസ് ഉണ്ട്. നമ്മൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ MSCയുടെ ക്രെഡിറ്റ്സ് പോലെ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മൊഡ്യൂൾ 1 എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഏരിയാസിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിസൈറബിൾ ക്രൈറ്റീരിയ എന്നൊക്കെ പറയില്ലേ, അതിലെപ്പോഴും മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് BDAയുടെ മൊഡ്യൂൾസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആസ് എ പീഡിയാട്രിക് ഡയറ്റീഷ്യൻ ആയിട്ട് UK വന്ന് 1 വർഷമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മക്കളെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നത് 1000 കൂടുതൽ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. മേജർ കൺസേൺസിന് വേണ്ടി മാത്രമല്ല ഡയറ്റീഷ്യൻസിന്റെ റെഫറലുള്ളത്. ഞാൻ പറഞ്ഞുതരാം പീഡിയാട്രിക്കിൽ ഏത് ഏരിയസ് ഒക്കെയാണ് ഡയറ്റീഷ്യൻ റെഫറിൽ പോകുന്നതെന്ന്. ഗ്രോത്ത് ഫോൾട്ടറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൺസേൺ ആണ്. അതായത് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു റെഫറിൽ ഒരുപാട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അലർജീസ്. ഞാനൊരു അലർജി ഡയറ്റീഷ്യൻ ആയിട്ടായിരുന്നു ഇനീഷ്യലി തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ UK എണ്ണം പറയാൻ പറ്റാത്ത രീതിയിലുള്ള അലർജീസ് ഉണ്ട്. കോക്കനട്ടിന് അലർജി, അല്ലെങ്കിൽ സോയ് മിൽക്കിന് അലർജി, അല്ലെങ്കിൽ ഡയറി അലർജി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻസിന് ഒത്തിരി കൂടുതലാണ്. ആ ഒരു എത്തിനിസിറ്റിയിലുള്ള ആളുകൾക്ക് ഒത്തിരി കൂടുതലാണ് ഡയറി അലർജി. അങ്ങനെ അലർജീസിന്റെ ഒരു റേഞ്ച് തന്നെയുണ്ട്. അതുപോലെ ഈ സിലിയാക് ഡിസീസ്, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, IBDs, പിന്നെ അങ്ങനെയുള്ള റെഫറൽസ് ഉണ്ട്. പിന്നെ ഈറ്റിംഗ് ഡിസോർഡർ ഇവിടെ ഭയങ്കര ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈറ്റിംഗ് ഡിസോർഡർ. ഒരു മേജർ കൺസേണും കൂടെയാണ് ഈറ്റിംഗ് ഡിസോർഡർ. അതുപോലെ തന്നെ ലോ HB, അതുപോലെ വിറ്റമിൻ D ഡെഫിഷ്യൻസി, അങ്ങനെ പല മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കും നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് ഡയറ്റ് ഷീറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാനിത് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു
വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം മോസ്റ്റ്ലി UK വന്ന ഏജ് എന്ന് പറയുന്നത് 25 to 32. അപ്പൊ അവർ വരുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഒപ്പം ഒരു മോനോ മോളോ ഉണ്ടാവും, നമ്മളെ പോലെ തന്നെ. ഇപ്പൊ എനിക്കാണെങ്കിലും 3.5 വയസ്സ്, അമിനാക്കാണെങ്കിലും 3 വയസ്സുള്ള, കൂടുതലും എല്ലാവർക്കും ചെറിയ മക്കളായിട്ടായിരിക്കും എല്ലാവരും UK വരുന്നത്. അപ്പം അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം, ഈവൻ നമുക്ക് തന്നെയാണെങ്കിലും സൺലൈറ്റ് ഇല്ലാത്തതിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മക്കളെയും കൊണ്ട് വന്ന പേരൻസ് എന്തൊക്കെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് സർവൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് എന്റെ ഡയറ്ററ്റിക്സിന്റെ ഏരിയ അല്ല, പക്ഷെ